എസ് അനുമോദിലേക്ക് തിരികെ എത്താം. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ന്യൂസ് 18 പ്രതികരിച്ചിരുന്നു. നെന്മാറ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മൊഴിയും നിർണായകമായെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി എൻ മുരളീധരൻ ന്യൂസ് 18 പ്രതികരിച്ചത്. മൊഴി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഗൂഗിൾ ലൊക്കേഷൻ വഴി സാക്ഷികൾ എവിടെയെന്ന് കണ്ടെത്തിയിരുന്നു. വിചാരണയ്ക്ക് മുൻപ് ഡമ്മി ട്രയൽ നടത്തിയത് കേസിൽ നിർണായകമായെന്നും ഡിവൈഎസ്പി പറഞ്ഞു. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളിലേക്ക്. ചെന്താമര കേസിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുള്ളൊരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി മുരളീധരൻ സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോടതിയുടെ വിധി പോലീസിനെ സംബന്ധിച്ചൊരു അംഗീകാരമാണല്ലോ അല്ലേ? അതെ, ഞങ്ങൾ പെട്ടെന്ന് ചാർജ് ഷീറ്റ് ഒരു 56 ഡേയ്സിലൊക്കെ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു, കേസ് നിൽക്കുമോ ഇല്ലയോ എന്ന്. പക്ഷേ നമ്മുടെ SP സാർ അത് പറയുമായിരുന്നു, അത് കിട്ടും, ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടും. കാരണം ആൾറെഡി ഒരു കേസിൽ ഇങ്ങനെ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് സയൻറ്റിഫിക് എവിഡൻസുകളെല്ലാം നമ്മൾക്ക് ഫേവറായിരുന്നു. പിന്നെ സാക്ഷികൾ കൂറുമാറാതിരിക്കാൻ വേണ്ടി മജിസ്ട്രേറ്റിനെ കൊണ്ട് നമ്മൾ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാമായിരുന്നു. ഡമ്മി ട്രയൽ നടത്തിയെന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ മോക്ക് ട്രയൽ നടത്തിയ എന്താണെന്ന് വെച്ചാൽ 3/2 തോന്നുന്നു ഹരിശങ്കർ സാർ ഈ കേസിൻ്റെ പ്രതി അറസ്റ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ റിവ്യൂ നടത്തുന്നതിനായിട്ട് ഹരിശങ്കർ സാർ വന്നിരുന്നു. അന്നത്തെ റേഞ്ച് DIG ആയിരുന്നു അദ്ദേഹം. വന്ന ശേഷം അദ്ദേഹം SP സാറിൻ്റെ കസേരയിൽ പാലക്കാട് DPOയിൽ ഇരുന്നിട്ട് SP സാർ സൈഡിൽ ജഡ്ജായിട്ടും അദ്ദേഹം പ്രതിഭാഗം വക്കീലായിട്ടും ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടും ഇരുന്നിട്ട് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടെത്തിയ തെളിവുകൾ എന്തൊക്കെയാണ്, ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ തെളിവുകൾ എന്താണ്, അതിനെ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഹരിശങ്കർ സാറ് നോക്കി. അദ്ദേഹം ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കലാണ് ഈ കേസ് ശിക്ഷിക്കാനുള്ള പ്രധാന കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ കുറേ ചേഞ്ചസ് വരുത്തി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 4 ഫയലുണ്ടായിരുന്നു. ഒരു ഫയൽ ഇൻവെസ്റ്റിഗേഷൻ സ്ക്രിപ്റ്ററി വർക്കൊക്കെ നടത്തിയ ഈ 2 പോലീസുകാരാണ്. ഇവരാണ് അവരുടെ ഫയലുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ SP സാറിൻ്റെ ഒരു ഫയലുണ്ടായിരുന്നു. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കോടതി കൊടുക്കാൻ ഒരു ഫയലുണ്ടായിരുന്നു. പിന്നെ ഒരു ഫയൽ എൻ്റെ ഉണ്ടായിരുന്നു. ഒരു കേസ് നോക്കാനായിട്ട് 4 ഫയലുണ്ടായിരുന്നു. 4 ടൈപ്പ് മോണിറ്ററിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിജയമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സാക്ഷികൾ കൂറുമാറിയതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിച്ചത്? സാക്ഷികൾ കൂറുമാറില്ലെന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. അവരവിടെ ആ സമയത്ത് അവർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ടൈം ലൈൻ വെച്ചിട്ട് അവരുടെ ഈ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂറുമാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ കോടതി കൊടുത്താൽ നിങ്ങൾക്കെതിരെ മറ്റു നടപടി വരുമെന്ന് നേരത്തെ തന്നെ അവരോട് പറഞ്ഞിരുന്നു. പിന്നെ ആദ്യം നമ്മൾ ഈ സംഭവം നടന്ന സമയത്ത് 1-2 ദിവസങ്ങളിലൊന്നും ആൾക്കാർ പോലീസുമായിട്ട് വലിയ സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളൊരു 3-4 പേര് രാവിലെയും വൈകുന്നേരമായി പോയി നാട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വന്ന തന്നെ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ രസകരമായൊരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. ശരിക്കും അന്വേഷണം എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിരുന്നു എന്ന് വിധി വന്നപ്പോഴാണല്ലോ ഒരു ബോധ്യപ്പെട്ടത്, എല്ലാ അർത്ഥത്തിലും. അതെ, കാരണം എന്നെ 3 ദിവസമാണ് വിസ്തരിച്ചത്. ആകെ 3 ദിവസം എന്നെ വിസ്തരിച്ചുള്ളൂ. സാറിന് ഇത്ര ചിലർ നേരത്തെ ഇവിടെ പറയുന്നുണ്ടായിരുന്നത് 6 ദിവസം 7 ദിവസമൊക്കെ ചില മർഡർ കേസുകളുടെ ട്രയൽ നടക്കാറുണ്ട്. അപ്പോൾ പ്രതിഭാഗം വക്കീൽ നല്ല വക്കീലാണ്, പക്ഷേ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ചോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ChatGPT ജനറേറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോട് അറിയില്ല എന്ന് പറയാല്ലാതെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് എവിഡൻസുകൾ ഉണ്ടാക്കാനോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ തെറ്റിപ്പോയാൽ പിന്നെ മൊത്തം കുളമാവും. ഈ കേസിൽ നിർണായകമായത് എന്താണ്? വിധി ഇത്രയും പ്രോസിക്യൂഷനും അതിൽ പൂർണ്ണമായി അംഗീകരിച്ച വിധി ഏറ്റവും നിർണായകമായത് എന്താണ്? നിർണായകമായത് ഈ സയൻറ്റിഫിക് എവിഡൻസുകൾ തന്നെയാണ്. കൊടുവാളിൻ്റെ പിടിയിൽ നിന്ന് പുള്ളിയുടെ DNA കിട്ടിയിരുന്നു. അതൊരു ഹാർഡ് സർഫേസ് ആയതുകൊണ്ട് അതിന് കിട്ടിയിരുന്നു. അതുകൂടാതെ പുള്ളി വേലി ചാടി പോയ സമയത്ത് അയാളുടെ ഉടുപ്പുകളിൽ നിന്നുള്ള ഫൈബർ കണ്ടൻസ് അവിടുത്തെ കമ്പിവേലിയിലുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ ആ പോത്തുണ്ടി ജംഗ്ഷൻ്റെ അവിടെ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുടെ ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ നീ പൈസയൊക്കെ അന്ന് തിരിച്ചു കൊടുത്തിട്ട് എന്താ ചെന്താമരേട്ടാ നിങ്ങൾ ഇപ്പം തന്നെ പൈസയൊക്കെ തിരിച്ചു ഇല്ല, ഇനിയും ചിലപ്പോൾ നമ്മൾ കാണാൻ വഴിയില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഷറഫുദ്ദീൻ അതേപോലെ തന്നെ വന്ന് ചായക്കടക്കാരൻ വന്ന് കോടതിയിൽ അതേപോലെ തന്നെ വന്ന് പറഞ്ഞിരുന്നു. അതെ, പിന്നെ പുഷ്പ കറക്റ്റായി പറഞ്ഞു, കുറേ സാക്ഷികൾ കറക്റ്റായി പറഞ്ഞു. എന്നിരുന്നാലും സയൻറ്റിഫിക് എവിഡൻസുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. മാതൃകയാണ് ഒരു വിധി അല്ലേ? മാതൃകയാണ് എന്ന് പറയാം. ആണെങ്കിലും അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. എങ്ങനെ ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രോസിക്യൂഷൻ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു എന്നതിൻ്റെ കാരണം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴി ഇതെല്ലാം തന്നെ ഒരേപോലെ ഈ കേസിൽ നിർണായകമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. പ്രജിത്ത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. യെസ്, CV അനുമോദിലേക്ക് വീണ്ടും. അനുമോദ്, എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും അഭിമാനിക്കാം. കാരണം ഇത്തരമൊരു കേസിൽ ഒരു ചെറിയൊരു പിഴവ് പോലും ഇല്ലാതെയാണ് അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ ഇടപെട്ടത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ, തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി.
മാത്രമല്ല നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഇവിടെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ പിന്നീട് ഈ ചെന്താമരയെ പേടിച്ച് നാട് വിട്ട സാഹചര്യം പോലും നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്. കാരണം ഇയാൾക്കെതിരെ മൊഴി നൽകാൻ പോലും ജനങ്ങൾ, നാട്ടുകാർ, അതായത് നേരിട്ട് ഈ കൊലപാതകം നേരിട്ട് കണ്ടവർ പോലും ഭയപ്പെട്ടിരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് പോലീസിൻ്റെ ഒരു കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായത്. എങ്ങനെയാണ് ഈ കേസിലേക്ക്, ഈ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഈ അന്വേഷണത്തിൻ്റെ വഴികളെക്കുറിച്ചൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും വലിയൊരു വെല്ലുവിളികൾ നിറഞ്ഞ കേസായിരുന്നു. ആരെങ്കിലും ഈ സാക്ഷികൾ കൂറുമാറുമോ എന്നൊരു ഭയം പോലും, അത്തരമൊരു ആശങ്ക പോലും ഒരു ഘട്ടത്തിൽ ഉണ്ടായി കാണില്ലേ അനുമോദ്? ടോം, ഈ ഒരു കേസിൻ്റെ ആദ്യത്തേക്ക് പോവുകയാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പിഴവ് വന്നതിനെ തുടർന്നാണ് ഈ കൊലപാതകം എന്ന ആക്ഷേപം ആദ്യഘട്ടം മുതൽ പോലീസ് നേരിടുന്നുണ്ട്. അതായത് ജാമ്യ വ്യവസ്ഥ ചെന്താമര ലംഘിച്ചപ്പോൾ തന്നെ ഇതിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് അത് ഗൗരവത്തിലെടുത്തില്ല. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന ആക്ഷേപം പോലീസ് ആദ്യം മുതൽ നേരിടുന്നത്. അപ്പോൾ ഈ ഒരു ആരോപണം നിലനിൽക്കെ ഇനിയൊരു പിഴവ് കൂടി വരുത്താതിരിക്കാനുള്ള ജാഗ്രത പോലീസ് കാണിച്ചിരുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായകമായത്, ഇയാൾ ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് പിടിയിലായത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ കേസിൽ ഇയാളെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനം ആ കൊടുവാളാണ്. ആ കൊടുവാളിൽ 2 പേരുടെ രക്തവും ഇയാളുടെ കയ്യിലെ കോശവും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് ഈ DNA അല്ലെങ്കിൽ ഇവരുടെ ഈ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചത്. പ്രതിയെ പിടികൂടുന്നതിന് മുൻപ് തന്നെ ആ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്ന് ഒരിക്കലും കോടതിക്ക് മുമ്പാകെ വാദിച്ച് വിജയിക്കാൻ പ്രതിഭാഗത്തിന് സാധിച്ചില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷി അല്ലെങ്കിൽ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് എന്നുള്ളതായിട്ടുള്ളത്. ഇതിന് പുറമെ ഈ മൊഴി നൽകിയവർ, അവരുടെ ലൊക്കേഷൻ പോലും ആ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നുവെന്ന് അവരുടെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്തിട്ട് ഗൂഗിൾ ലൊക്കേഷൻ്റെ സഹായത്തോടെ ശാസ്ത്രീയമായിട്ട് തന്നെ പോലീസ് കണ്ടെത്തി അത് രേഖപ്പെടുത്തി കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചു. അതായത് സാക്ഷിമൊഴികളിൽ അവ്യക്തതയുണ്ടെങ്കിൽ അവർ കൂറുമാറിയാലും ഈ മൊഴികൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഇവരുടെ സാന്നിധ്യം ഈ സമയത്ത് ഇവിടെ ആയിരുന്നു, മാറി പറഞ്ഞാലും അത് മാറ്റാൻ കഴിയില്ല എന്ന് തെളിയിക്കാനാണ് അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത്. അതുപോലെ തന്നെ പലരുടെയും മൊഴി ആദ്യമേ രേഖപ്പെടുത്തി കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിരുന്നു. വിചാരണ സമയത്ത് കൂറി മാറിയാലും അത് പ്രശ്നം വരാതിരിക്കാനുള്ള നടപടി അങ്ങനെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് നേരത്തെ DYSP സൂചിപ്പിച്ചതുപോലെ തന്നെ സാക്ഷിമൊഴികൾ, അതായത് ആ പ്രദേശത്തെ ഒരു കച്ചവടക്കാരൻ ഈ ചെന്താമര കൊടുക്കാനുള്ള പണം അപ്പോൾ ഒന്നിച്ചു കൊടുത്തപ്പോൾ എന്താണ് ഈ പണം എല്ലാം തന്നു വിട്ടെന്ന് വെച്ചപ്പോൾ ഇനി കാണാൻ നമ്മൾ സാധ്യതയില്ല എന്ന് പറയുന്നത് അയാളുടെ മൊഴിയായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇയാളൊരു കൊലപാതകം ചെയ്യാൻ ആസൂത്രണം ചെയ്തിരുന്നു, അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു, ആയുധങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു, കൊലപാതകത്തിന് പറ്റിയ സമയം കാത്തിരിക്കുകയായിരുന്നു എന്ന് പോലീസിന് ഈ തെളിവുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഇതിൻ്റെ നാൾ വഴികൾ നോക്കുമ്പോൾ ആദ്യത്തെ കൊലപാതകത്തിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ജയിലിലായപ്പോൾ ജാമ്യത്തിലിറങ്ങിയാണ് ഈ രണ്ടാമത്തെ 2-3 കൊലപാതകങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണിത്. മുൻപത്തെ കൊലപാതകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനിയും അത് തുടരുകയും ചെയ്യുമെന്ന് ഇയാളുടെ വാദത്തിലും അല്ലെങ്കിൽ ഇയാളുടെ വിചാരണയിലൊക്കെ അയാൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇയാളുടെ ബിഹേവിയർ, അതായത് പ്രതിയുടെ സ്വഭാവം, ഈ കേസിൻ്റെ ചരിത്രം, ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഫോറൻസിക് എവിഡൻസ്, അങ്ങനെ സമഗ്രമായിട്ട് ഒരു എല്ലാം കോർത്തിണക്കിയ ഒരു കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കിയത്. അതിനെ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് കോടതിക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയും അതിൽ വീഴ്ച വരാതെ കോടതി ഈ കാര്യങ്ങൾ ധരിപ്പിക്കാനും സാധിച്ചു എന്നുള്ളത്. ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ആദ്യത്തെ കൊലപാതക കേസിൽ ശിക്ഷ വിധിച്ച അതേ ജഡ്ജിയാണ്, അതേ കോടതിയാണ് ഈ കേസും പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ കേസിൻ്റെ ഒരു ചരിത്രം കൃത്യമായിട്ട്, ഈ കേസിൻ്റെയും പ്രതിയുടെയും ചരിത്രം കൃത്യമായിട്ട് ഇവർക്കറിയാം. ഇയാളൊരു മനസ്താപമില്ലാത്ത, കുറ്റബോധം ഒട്ടുമില്ലാത്ത, മാറാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ക്രിമിനലാണെന്ന് കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകളൊന്നും തന്നെ വേണ്ട രീതിയിൽ തെളിയിക്കാനും കോടതിക്ക് മുമ്പാകെ പ്രതിഭാഗത്തിന് സാധിച്ചില്ല. അങ്ങനെ എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു കൃത്യമായൊരു അന്വേഷണം ഇതിൽ നടന്നു. ആ അന്വേഷണത്തിൻ്റെ കുറ്റപത്രം പൂർണ്ണമായും കോടതി അംഗീകരിച്ചു. അങ്ങനെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കോടതി ഇതിനെ വിധിക്കുകയും ഏറ്റവും വലിയ ശിക്ഷ തന്നെ പ്രതിക്ക് നൽകുകയും ചെയ്തത്. കേട്ടോ, തീർച്ചയായും അനുമോദ്, നമുക്കറിയാം ഏറ്റവും ഒടുവിൽ പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഈ ശിക്ഷ വിധിക്കുന്ന അല്ലെങ്കിൽ പ്രതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ അന്ന് ദിവസം കോടതി ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് ഞാൻ ഗാന്ധിയല്ല, ഇനിയും കൊല്ലുമെന്ന രീതിയിൽ പോലും ഭീഷണി മുഴക്കിയിരുന്നു കോടതിയുടെ മുൻപിൽ വെച്ച്. അങ്ങനെ ഒരാൾ ഒരു കാരണവശാലും അയാൾക്ക് മനപരിവർത്തനത്തിനുള്ള സാധ്യതയില്ല എന്ന് ഉൾപ്പെടെ ബോധ്യമായതാണ്. ഒരുപക്ഷെ
അതൊക്കെ ആയിരിക്കുമോ പ്രതിയെ സംബന്ധിച്ച് തിരിച്ചടിയായത്? പല സാഹചര്യങ്ങൾ, അതായത് ഒന്ന്, ഇയാൾ നാട്ടിൽ വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ആളുകളെ കൊല്ലാം. പുഷ്പയെ പോലെയുള്ള അയൽവാസികളൊക്കെ വീണ്ടും ചെന്താമരയെ പേടിച്ചിരുന്നതാണ്. സുധാകരൻ്റെ പെൺമക്കൾ പേടിച്ചിരുന്നതാണ് ഇയാൾ പുറത്തിറങ്ങിയാൽ തങ്ങളെയും വകവരുത്തുമോ എന്ന്. ഒരുപക്ഷെ ഇതടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കാം. മാത്രമല്ല, ഇങ്ങനെ ഒരാൾക്ക് എത്ര പരമാവധി ശിക്ഷ നൽകിയാലും, എത്ര ജീവപര്യന്തം നൽകിയാൽ പോലും അങ്ങനെയുള്ള ഒരു കൊടും ക്രിമിനലിനെ, ഒരു സീരിയൽ കില്ലറെ ഭക്ഷണം കൊടുത്ത് അയാൾക്ക് ചെലവിന് കൊടുത്ത് ഒരു ജയിലിൽ പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഒരു പക്ഷേ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലേ കോടതി തൂക്കുകയർ വിധിച്ചത്? ടോം, തീർച്ചയായിട്ടും ഇയാളുടെ സ്വഭാവം അത് കോടതിയെ സംബന്ധിച്ച് പരിപൂർണമായിട്ട് അറിഞ്ഞ ഒന്നാണ്. ഇയാളുടെ കുറ്റകൃത്യത്തിൻ്റെ ചരിത്രം, അയാളുടെ രീതികൾ, അയാളുടെ മറുപടി, അയാൾക്ക് ഒരു തരത്തിലും ഇതിൽ കുറ്റബോധമോ ഒരു മനസ്താപമോ ഇല്ലെന്നും വീണ്ടും ഞാനിത് ചെയ്യുമെന്നും പറയുമ്പോൾ ഇയാൾ സമൂഹത്തിനൊരു ഭീഷണിയാവുകയാണ്. ആ കുട്ടികളുടെ മൊഴി മാത്രം മതി. എവിടെയെങ്കിലും വെച്ച് ചെന്താമരയെ പോലെ ഒരാളെ കണ്ടാൽ പേടിയാണ്, അയാൾ ജയിൽ ചാടി വരുമ്പോൾ ഞങ്ങളെ കൊല്ലുമോ എന്നുള്ള പേടി, അതിലും വലിയൊരു ഭീതി കുട്ടികളെ സംബന്ധിച്ചില്ല. അപ്പോൾ അത്രയും ആ കുടുംബത്തിൻ്റെ ഭീതി ഈ ചെന്താമര ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുടുംബത്തിൽ 3 പേരെ കൊന്നു, ഇനി ബാക്കിയുള്ളവരെ കൊല്ലുമെന്ന് പറയുമ്പോൾ അവർക്ക് ഇനി ജീവിക്കണമെങ്കിൽ ഇയാളുടെ ഭീതി ഒഴിവായി കിട്ടണം. അത് പരിപൂർണമായിട്ടും ഇയാൾ ജയിലിൽ തന്നെ ആകണം, അല്ലെങ്കിൽ ഇയാൾക്ക് വധശിക്ഷ നൽകണം. പരോള് പോലും കിട്ടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഈ പ്രതിഭാഗത്തിനെതിരെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അത്രയും ഗൗരവത്തിൽ തന്നെയാണ് കേസ് എടുത്തത്. മാത്രമല്ല, അയാളുടെ മറുപടികൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതിയെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അയാളുടെ മറുപടികൾ ധിക്കാരപൂർണ്ണമായിരുന്നു. കോടതിയെ പോലും ചോദ്യം ചെയ്യുന്നതായിരുന്നു. ജഡ്ജിയെ പോലും പലപ്പോഴും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കൊക്കെ ആയിരുന്നു എന്ന് വേണം കരുതുവാൻ. അപ്പോൾ ഇയാളുടെ ബിഹേവിയറിൽ, സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് എല്ലാ അർത്ഥത്തിലും നേരിട്ട് മനസ്സിലാക്കിയ ഒരു സംഭവം കൂടിയായിട്ട് വേണം ഇതിൻ്റെ വിധിന്യായത്തെ കാണുവാൻ. കാരണം ഒരാൾ മാറില്ല എന്ന് ഉറപ്പിക്കുകയും അയാളുടെ സ്വഭാവ രീതി മറ്റുള്ളവർക്ക് ഭീഷണിയാവുകയും സമൂഹത്തിന് ഭീഷണിയാവുകയും മറ്റുള്ളവരുടെ ജീവന് തന്നെ അത് ഭീഷണിയാവുന്ന സാഹചര്യം വരികയാണെങ്കിൽ അയാൾക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ നൽകണം എന്ന കാര്യത്തിൽ കോടതിക്ക് മറ്റൊരു ചിന്ത ഉണ്ടായിട്ടില്ല. എല്ലാ തെളിവുകളും അതിന് അനുകൂല ഘടകങ്ങളായി എന്നുള്ളതും ഈ ഒരു ശിക്ഷാവിധിക്ക് കാരണമായിട്ടുണ്ട്. ഇനി സമൂഹത്തിനും ഇതൊരു മാതൃകയാണ്. കാരണം ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് ശിക്ഷിക്കപ്പെടുമെന്നൊരു മാതൃക അത് നൽകുവാനും ഈ കോടതി വിധി കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും ഒരുപോലെ വിചാരിക്കുന്നത്. എന്താണെങ്കിലും മറ്റൊരു തരത്തിലും ഈ ഒരുപക്ഷെ ഈ വധശിക്ഷ വിധിച്ചവരൊക്കെ തൂക്കിക്കൊല്ലുമോ എന്ന ചോദ്യം ഉദിക്കുന്നുണ്ടെങ്കിൽ പോലും അവരാരും പുറം ലോകം കാണില്ല എന്ന ഒരു ധാരണയെങ്കിലും, അത്തരത്തിലൊരു ഉറപ്പെങ്കിലും ഈ ഒരു സാഹചര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടപടികളൊക്കെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു കുറ്റവാളിക്ക് അയാൾ ചെയ്ത കുറ്റത്തിന് ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.